ഹെയർ റൂട്ടിലേക്ക് ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ സ്കാൽപ്പ് ന്യൂട്രീഷൻ ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഹെൽത്തി ഫാറ്റ് ആണ് ഒമേഗ 3 എന്ന് പറയുന്നത്. സോ ഒമേഗ 3 കുറവാണെങ്കിൽ അല്ലെങ്കിൽ ഒമേഗ 3 ഇട്ടേക്ക് നമ്മൾ പ്രോപ്പർ ആയിട്ട് എടുത്തിട്ടില്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് ആയിരിക്കും, ഫ്രിസി ഹെയർ ആയിരിക്കും, ഹെയറിന് ഒരു ഷൈനിങ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഹെയർ ഫോൾ കൂടുതലായിരിക്കും. ഇതൊക്കെ തന്നെയാണ് ഒമേഗ 3 ഇട്ടേക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലുള്ള കാരണങ്ങൾ അല്ലെങ്കിൽ സിംറ്റംസ് എന്ന് പറയുന്നത്. ഹായ്, ഇറ്റ്സ് മീ അപർണ. വെൽക്കം ബാക്ക് ടു ആപ്സ് ക്ലബ്. നമ്മളിപ്പോ നമ്മുടെ ഹെയർ ഗ്രോ സീരീസിന്റെ പാർട്ട് 6 വീഡിയോ ആണിത്. സോ പാർട്ട് 5 വീഡിയോസ് ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കാണാത്ത ആൾക്കാരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് കാണുക. കാരണം അതിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ് ഇത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം പോയി കണ്ടാലും മതി. പക്ഷേ പാർട്ട് 6 ആണിത്. ഇതിന് ബാക്കിൽ നമ്മളൊരു ഹെയറിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബാക്കി 5 കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത് 6ാമത്തെ കാര്യമാണ് ഒമേഗ 3 എന്ന് പറയുന്നത്. നമ്മുടെ തലയിൽ ഓയിൽ ഡെയിലി ഇട്ടിട്ടും അതിന് ശേഷവും നമുക്ക് ഫ്രിസിനെസ് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഡ്രൈ സ്കാൽപ്പ് ഫീൽ ചെയ്യുക, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, സർപ്രൈസ് ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് മിസ്സിംഗ് ആയിരിക്കുന്നത് ഒമേഗ 3 എന്നൊരു ഹെൽത്തി ഫാറ്റ് ആണ് നിങ്ങളുടെ ബോഡിയിൽ മിസ്സിംഗ് ആയിരിക്കുന്നത്. എനിക്ക് ഇൻസ്റ്റയിൽ ഈ ഒരു സീരീസ് തുടങ്ങിയ സമയത്ത് തന്നെ ഒരുപാട് വന്നിരിക്കുന്ന മെസ്സേജ് ആണ്, ഞാൻ ഡെയിലി ഹെയർ ഓയിൽ ഇട്ടിട്ടും എന്റെ സ്കാൽപ്പ് ഭയങ്കര ഡ്രൈ ആണ്, അല്ലെങ്കിൽ ഹെയറിന്റെ ഫ്രിസിനെസ് അങ്ങ് മാറുന്നില്ല എന്ന കാര്യങ്ങളൊക്കെ. സോ അവരെടുത്ത് ഞാൻ ഓൾറെഡി ഒമേഗ 3 കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് നമ്മളുടെ ഈ ഒരു സീരീസിൽ നമ്മൾ 6th പാർട്ടായിട്ട് ഒമേഗ 3 കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇത് എനിക്ക് മെസ്സേജ് അയച്ച ആൾക്കാർക്ക് എനിക്ക് ക്ലിയർ തുറക്കാൻ വേണ്ടി പറ്റി. പക്ഷേ അതല്ലാണ്ട് ഇത് അറിയാത്തവർ, അല്ലെങ്കിൽ ഇത് എനിക്ക് ടെക്സ്റ്റ് വരാത്ത ആൾക്കാർക്ക് ഉണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒമേഗ 3 എന്ന് പറയുന്നത് നമ്മുടെ സ്കാൽപ്പിലെ ഒരു ബ്ലഡ് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും സ്കാൽപ്പിലെ ന്യൂട്രീഷൻ ലെവൽ ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ബോഡിയിലുള്ള ഇൻഫ്ലമേഷൻസിന്റെ അളവ് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെയറിന്റെ ഷൈനിങ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒമേഗ 3 ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഒമേഗ 3 ഇല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഘടകങ്ങളെല്ലാം ഓരോരോ പാർട്ടായിട്ട് ഫെയിൽ ആയി തുടങ്ങും. ആ ഒരു ഫെയിൽ ആവുന്നതിനനുസരിച്ച് നമ്മുടെ ഹെയറിലേക്ക് അത് റിഫ്ലക്ട് ആയി തുടങ്ങും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യണം, അതിന്റെ പ്രോപ്പർ വേയിൽ ഒമേഗ 3 ഇട്ടേക്ക് കൂട്ടണം. നമ്മുടെ എല്ലാ വീഡിയോയും ഞാൻ പറയാറുണ്ട്, നമുക്ക് ഹെയർ ആണെങ്കിലും എന്താണെങ്കിലും എല്ലാം നമ്മുടെ ഓയിൽ നിങ്ങൾ തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അത് പക്ഷെ ഒരു ഔട്ടർ ഷൈനിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇന്നറിലേക്ക് നമ്മൾ കൊടുക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ഫുഡിലേക്ക് ആണെങ്കിലും ഡയറ്റിലേക്ക് ആണെങ്കിലും അതൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊന്നും പ്രോപ്പർ അല്ലാതെ നിങ്ങൾ ഡെയിലി ഓയിൽ ഇട്ടിട്ട് എന്റെ ഒരു ഹെയർ ഷൈൻ ആവുന്നില്ല, അല്ലെങ്കിൽ സ്കാൽപ്പ് ഒരു ഹെൽത്തി ന്യൂട്രീഷൻ ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്കാൽപ്പ് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾ ഹെൽത്തി ഫുഡ് കഴിക്കണം, ഹെൽത്തി ആയിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതൊക്കെ ഹെൽത്തി ആക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഏതെങ്കിലും ഒരു അസുഖത്തിനൊക്കെ മരുന്ന് കുടിക്കുന്ന ആൾക്കാരാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ചെയ്യുന്ന ഏത് സീരീസ് ആണെങ്കിലും നിങ്ങളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഫോളോ ചെയ്യാൻ വേണ്ടി നോക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ കഴിക്കുന്ന മരുന്ന് അതിന് ഇത് വേറെ രീതിക്ക് ട്രിഗർ ചെയ്യപ്പെടും എന്നൊക്കെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സിന് അറിയുള്ളൂ. ആക്ച്വലി മിസ്റ്റേക്ക് എന്ന് പറയുന്നത്, ഇപ്പം വെയിറ്റ് ഗെയിൻ ചെയ്തതിന്റെ ആൾക്കാർക്ക് ഭയങ്കര മടിയാണ് അല്ലെ. വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ആൾക്കാർ ആ ഒരു പേടി, അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ്, അല്ലെങ്കിൽ ഓയിലി ആയിട്ടുള്ള ഫുഡ്സ് ഒക്കെ അതിന്റെ കളവ് ഭയങ്കരമായിട്ട് കൂടുക. അതായത് പിസ്സ, ബർഗർ, ഫ്രഞ്ച് ഫ്രൈസ്, ഫ്രൈഡ് ചിക്കൻ, ഇതൊക്കെ കൂടുതലായിട്ട് കഴിച്ചു തുടങ്ങുക. നിങ്ങൾ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, എന്നാൽ അതിൽ ഫിഷോ അല്ലെങ്കിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള പംകിൻ സീഡ്സ്, സിയാ സീഡ്സ്, അങ്ങനത്തെ സീഡ്സ് ഒന്നും ഉൾക്കൊള്ളിക്കാതിരിക്കുക. ഡയറ്റിൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫിഷോ സീഡ്സോ ഒന്നും ഇല്ലാതിരിക്കുക. ഡയറ്റ് എടുക്കുന്ന ആൾക്കാർ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ബിക്കോസ് നിങ്ങൾക്ക് ഒരു വെയിറ്റ് ഗെയിൻ പേടിയുണ്ടല്ലോ, അങ്ങനെ ഫാറ്റ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക. ഇങ്ങനത്തെ ആൾക്കാരിലാണ് മെയിൻ ആയിട്ട് ഒമേഗ 3 കുറവ് കാണപ്പെടാറ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളെ ഡയറ്റിലാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി ഫുഡ് കഴിക്കുന്ന സമയത്തൊക്കെ ഫാറ്റി ഫിഷസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടി വെക്കുക. അതായത് ഒമേഗ 3 കൂടുതലുള്ള ഒരു ഫിഷ് എന്ന് പറയുന്നത് സാൽമൺ ഒക്കെ ഭയങ്കരമായിട്ട് ഒമേഗ 3 കൂടുതലാണ്. പക്ഷേ നമ്മളെ കേരളീയരുടെ മത്തിയില്ലേ, മത്തി കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ ഒമേഗ 3 കിട്ടും. അപ്പൊ അതുകൊണ്ട് മത്തി, അല്ലെങ്കിൽ നിങ്ങൾ വാൾനട്ട്, അല്ലെങ്കിൽ ചിയാ സീഡ്, ഫ്ലാക്സ് സീഡ്, ഇതെല്ലാം കഴിക്കുന്നത് ഒമേഗ 3 റിച്ച് ആയിട്ടുള്ള ഫുഡാണ്. സോ ഇതെല്ലാം നിങ്ങൾ കഴിക്കുക, നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒമേഗ 3 കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. ഏതെങ്കിലും അസുഖത്തിന് സപ്ലിമെന്റ്സ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഫുഡ് ഐറ്റംസ് നിങ്ങൾ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി നോക്കരുത്. ബിക്കോസ് അതിൽ അതിന്റേതായ ഫാറ്റിന്റെ അളവ് ഉണ്ടാകും. സോ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, ഒരു മരുന്ന് കഴിക്കുക, അതായത് ഷുഗർ ലെവൽ, ഗട്ട് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഒരു സർജറിക്കൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒമേഗ 3 ഫോക്കസ് ചെയ്യുന്നത് വളരെ ഒരു നല്ല കാര്യമായിരിക്കില്ല. ബിക്കോസ് അതിന്റെ ബ്ലഡ് ഓർഡേഴ്സ് ഒക്കെ മാറാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഒബ്വിയസ്ലി ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം അവരുടെ കൺസൾട്ടിങ്ങിന്, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശപ്രകാരം വേണ്ടി മാത്രം ആയിരിക്കണം നിങ്ങൾ ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കോമൺ ആയിട്ട് മിത്ത് ഉണ്ട്, അതായത് ഓയിലും ഒമേഗ 3 സെയിം ആണെന്ന്. ആക്ച്വലി രണ്ടും സെയിം അല്ല, രണ്ടും ഡിഫറെന്റ് ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡയറ്റ് ഒക്കെ എവിടെ വരെ എത്തി, ഒക്കെ പക്കയായിട്ട് പോകുന്നില്ലേ. ഇനി ഡയറ്റ് ഫോളോ ചെയ്തിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ, നിങ്ങൾക്ക് ഒരു ഇത്ര ദിവസം ആയിട്ട് നല്ല ഹെയർ ഗ്രോത്ത്, ഹെയറിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് എനിക്ക് DM ചെയ്യുക. അതല്ല ചേഞ്ചസ് ഇല്ല എങ്കിലും DM ചെയ്യുക. ബിക്കോസ് നമുക്ക് ആ ഒരു ഇഷ്യൂ എന്താണെന്ന് ഫൈൻഡ് ചെയ്തിട്ട് ക്ലിയർ ചെയ്യട്ടെ. ഇനി നമ്മുടെ ഡയറ്റ്, നമ്മളുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളൊരു ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ആ ഡയറ്റിന്റെ ആവശ്യമുണ്ടെങ്കിൽ, അതായത് എന്റെ ഹെയർ ഗ്രോത്ത് ജേണിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിരിക്കുന്ന ഒരു ഡയറ്റ് ആണ്. സോ നിങ്ങൾക്ക് അതിന്റെ ഡയറ്റ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്താൽ മതി, ഞാൻ DM അയച്ചുതരാം. അപ്പം എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആക്ച്വലി നിങ്ങളുടെ ബോഡി ഇൻസൈഡിൽ ഭയങ്കര ഡ്രൈ ആണെങ്കിൽ നിങ്ങൾക്ക് പുറമെ നിങ്ങൾ ഓയിൽ ഇട്ട് എടുത്തുകൊണ്ട് വേണ്ടി മാത്രം നിങ്ങളുടെ ഒരു ഡ്രൈ സ്കാൽപ്പ് അല്ലെങ്കിൽ ഡ്രൈ സ്കിൻ ഒന്നും മാറത്തില്ല. നമ്മൾ ഉള്ളിൽ നിന്ന് തുടങ്ങണം.
അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും ഉള്ള ഒരു മെയിൻ പ്രോബ്ലം ആണ് ഹെയർ ഫോൾ. ദ ഹിഡൻ ഹെയർ ഫോൾ ട്രിഗർ എന്നൊരു ഐറ്റം ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മളുടെ നെക്സ്റ്റ് പാർട്ട് 7 നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.